മഹാഗഠബന്ധനിൽ തർക്കങ്ങളുണ്ട് എന്ന് ഉയർത്തിക്കാട്ടി NDA സോഷ്യൽ മീഡിയ വാനരന്മാർ പടച്ചുവിടുന്ന ബാണങ്ങളൊക്കെ ചീറ്റിപ്പുകഞ്ഞു പോയപ്പോൾ രാഹുൽ ഗാന്ധിയെ ബീഹാറിൽ കാണാനില്ല എന്നായിരുന്നു പിന്നീടുള്ള പ്രചരണം. സെപ്റ്റംബർ 1 വോട്ടധികാര യാത്ര അവസാനിപ്പിച്ച് പോയ രാഹുൽ ഗാന്ധി പിന്നീട് ബീഹാറിലേക്ക് വരാത്തതിനെ BJP ഉയർത്തിക്കാട്ടുകയായിരുന്നു. 28-ാം തീയതി ഇന്ത്യ മുന്നണി നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്ന് പുറത്തിറക്കിയ ന്യായ വാഗ്ദാനങ്ങൾ എന്ന പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോഴും ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത ആ മഹാറാലിയിൽ പക്ഷേ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല. അതും ഉയർത്തിപ്പിടിച്ച് മോദിയും അമിത്ഷായും അവരുടെ റാലിയിൽ പരിഹാസമുയർത്തി. അതിൻ്റെ അലയൊലികൾ അവസാനിക്കും മുൻപ് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ച പ്രകാരം ബീഹാറിലെ ബ്രഹ്മാണ്ഡ ജനാവലിയെ അഭിസംബോധന ചെയ്യാൻ രാഹുൽ ഗാന്ധി ഇന്നലെ അവിടെ എത്തി. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വൻ ജനാവലിയാണ് മുസാഫറിലും ദർഭംഗയിലും രാഹുൽ ഗാന്ധിക്കായി ആരവം മുഴക്കി എതിരേറ്റത്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രി മുഖമായ RJD നേതാവ് തേജസ്വി യാദവും ഒപ്പമാണ് രാഹുൽ ജനതയെ കണ്ടത്. മുസാഫർ സക്രയിലെ ശ്രീകൃഷ്ണ റായി യാദവ് മൈതാനത്തേക്ക് സൂര്യൻ ഉദിക്കുന്നതിനു മുന്നേ RJD കോൺഗ്രസ് പ്രവർത്തകർ മഴയെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി മണിക്കൂറുകളോളം മൈതാനത്ത് നിലയുറപ്പിച്ചത്. അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ വലിയ ജനാവലിയോട് സംസാരിച്ചു തുടങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ബീഹാർ ജനതയെ ഇളക്കി മറിച്ചു. മോദിയുടെയും നിതീഷിന്റെയും ഭരണത്തിൽ രാജ്യത്തും സംസ്ഥാനത്തും ബീഹാർ ജനത അനുഭവിക്കുന്ന ദുരിത കയങ്ങൾ എണ്ണി ജനത്തോട് തുറന്നു പറഞ്ഞപ്പോൾ അത് ജനം തികഞ്ഞ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. രാഹുൽ ജനത്തോട് പറഞ്ഞു, നോക്കൂ, വോട്ടിനു വേണ്ടി മോദി എന്തും ചെയ്യും, ആവശ്യപ്പെട്ടാൽ മോദി വേദിയിൽ നൃത്തം ചെയ്യും. രാഹുൽ പരിഹാസമുയർത്തി. സാമൂഹ്യ നീതിക്ക് എതിര് നിൽക്കുന്നവരാണ് BJPയും NDAയും. ഭരണഘടനയെ ആക്രമിക്കുകയും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കർണാടകയിലും ഗുജറാത്തിലും വാരണാസിയിലും ഉത്തർപ്രദേശിലും കേരളത്തിലും അടക്കം വോട്ടുകൾ മോഷ്ടിക്കുകയും ചെയ്തവർ ബീഹാറിലും അത് ചെയ്യും. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ബീഹാർ സർക്കാരിന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം ശക്തമായി ആഞ്ഞടിച്ചു. മോദിക്ക് കുളിക്കാൻ വ്യാജ യമുന നിർമ്മിച്ച് സ്നാനം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനം നടത്തി ഇന്ത്യയിലെ നദികൾ ഉപയോഗയോഗ്യമാക്കിയെന്ന് അവകാശപ്പെടുന്ന മോദിക്ക് ഇപ്പോൾ യമുനാ സ്നാനത്തിനായി യമുനാ നദി നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. ഛഠ് പൂജയുടെ ഭാഗമായി ഡൽഹിയിലെ വസന്തേവ് ഘട്ടിലാണ് സ്നാനം ചെയ്യാൻ കൃത്രിമ യമുന നിർമ്മിച്ച് കുളിക്കാൻ സൗകര്യമൊരുക്കിയത്. അതായത് യഥാർത്ഥത്തിലുള്ള യമുനാ നദിയിൽ മുങ്ങി നിവർന്നാൽ അതിരൂക്ഷമായ മാലിന്യത്തിൽ പെടുമെന്നതിനാലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാകും എന്നതിനാലുമാണ് ഇത്തരമൊരു നീക്കം നടത്താൻ മോദി തുനിയുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ കുടിക്കാനും കുളിക്കാനുമായി ഈ നദികളുടെ ജലം ഉപയോഗിക്കുന്നതാണ്. പൗരന്മാർക്കൊരു നീതിയും പ്രധാനമന്ത്രിക്ക് മറ്റൊരു നീതിയും എന്ന സവർണ മനോഭാവമാണ് ഇവിടെ വെളിവാകുന്നത്. രാഹുൽ തുറന്നടിച്ചു. ഇത്തരം ഇരട്ട നീതി രാജ്യത്ത് നടപ്പാക്കുന്ന മോദിക്കും NDAയ്ക്കും കൂച്ചവിലങ്ങിടാനാണ് ബീഹാറിൽ വാഗ്ദാന പെരുമഴയുമായി ഇന്ത്യ സഖ്യം ഇറങ്ങിയത്. സ്ത്രീകൾക്കായി വൻ വാഗ്ദാനങ്ങളാണ് അവർ പ്രഖ്യാപിച്ചത്. 3.5 കോടി വരുന്ന സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടായിരുന്നു ബീഹാറിനായി തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന പേരിൽ പ്രകടന പത്രിക വനിതകളായ വോട്ടർമാർക്ക് പ്രഖ്യാപിച്ചത്. പ്രത്യേക പരിഗണനയാണ് അവർക്ക് നൽകുന്നത്. മയി ബഹൻ വഴി 2500 രൂപ പ്രതിമാസം നൽകുന്നു. വിധവാ പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തുന്നു. അധികാരത്തിലേറിയാൽ 30,000 രൂപ പ്രതിമാസ ശമ്പളത്തിൽ ജീവികാ ദീദിമാർക്ക് സ്ഥിരം സർക്കാർ ജോലി, പലിശരഹിത വായ്പ, 5 ലക്ഷം ഇൻഷുറൻസ്, 1,21 ലക്ഷം ഗ്രാമീണ വനിതാ സംരംഭകരായ ജീവികാ ദീദിമാരാണ് ബീഹാറിലുള്ളത്. ഇങ്ങനെ സ്ത്രീ വോട്ടർമാർക്ക് വാരിക്കോരി വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന തേജസ്വിയെ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബീഹാർ ജനത. രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ തിളങ്ങുന്ന മുഖം പ്രതീക്ഷയുടെ പ്രവാഹമായി ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിലും സ്പന്ദനമാകുമ്പോൾ അത് രാഷ്ട്രീയ ഇന്ത്യയുടെ പുതിയ ഉണർവിനായി കൊതിക്കുകയാണ്. ഒപ്പം തന്നെ തേജസ്വി യാദവും ചേർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് ബീഹാറിൽ തരംഗമാവുകയാണ്. രാഹുൽ ഗാന്ധി ബീഹാറിൽ പല വേദികളിലായി ജനത്തെ ഈ ദിവസങ്ങളിലായിട്ട് കാണും.
പ്രചരണ രംഗം കൊഴുക്കുന്ന വരും ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഖാർഗെയും അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ബീഹാറിനെ ഇളക്കി മറിക്കും. അത് രാജ്യത്താകമാനം വീശിയടിക്കുകയും അത് നിതീഷ് മോദി NDAയുടെ തകർച്ച പൂർണ്ണമാക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.